ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മലപ്പുറത്തിന്റെ മണ്ണിലാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ വെച്ച് ഒത്തിരിയേറെ പ്രത്യേകതകൾ ഉള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഈ രാജ്യത്തേക്ക് കടന്നുവന്ന് ഈ രാജ്യത്തെ കീഴ്പ്പെടുത്തി വെച്ച് ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ ആസ്വദിച്ച് ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്റെയും ന്യൂനപക്ഷക്കാരന്റെയും എല്ലാം പെൺമക്കളെയും സഹോദരിമാരെയും എല്ലാം അനുഭവിച്ച് അവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ച് ഈ രാജ്യം കീഴ്പ്പെടുത്തി വെച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തിയില്ലാ സമരം മുഴക്കിക്കൊണ്ട് വെള്ളക്കാരന്റെ നിറപ്പോക്കിന് മുന്നിൽ വിരിമാറി കാണിച്ചു കൊടുക്കാൻ ആർജവം കാണിച്ച സൈത്തലവീതങ്ങൾ മമ്പുറം അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് മലപ്പുറം ജില്ലയുടെ മണ്ണ്. പടച്ചവന്റെ മണ്ണിന് ഒരു വെള്ളം നായ്ക്കൾക്കും ഞാൻ ചുരുക്കപ്പെടുന്നതാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വെള്ളക്കാരന്റെ നേരെ ഘോരഘോരം നിർമ്മിച്ച് അവസാനം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട മഹാനായ വെളിയത്തോട് ഉമർഖാലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് മലപ്പുറം ജില്ലയുടെ മണ്ണ്. ആ ഉമർഖാലിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ ഇന്ന് അബ്ദുല്ലാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് പോലെയല്ല ഉമർഖാലി എന്ന ധീരനായ വിപ്ലവകാരിയെ കയ്യാമും വെച്ച് കലിപ്പുറങ്ങളിൽ നടച്ച് വെള്ളക്കാരൻ ഉമർഖാലിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ അബ്ദുല്ലാസിയെ അറസ്റ്റ് ചെയ്ത് 9 വർഷക്കാലം ജയിലിലടച്ചപ്പോഴും രണ്ടാമത് അബ്ദുല്ലാസിയെ അറസ്റ്റ് ചെയ്ത് പരപ്പന അഗ്രഹാര ബ്രഹ്മജയിലിലെ അകത്തളങ്ങളിൽ കൊണ്ട് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടത്തിലെത്തുമ്പോഴും ഇന്ന് മലപ്പുറം ജില്ലയിൽ ഉമർഖാലിയുടെ മക്കാമ് സിയാറത്ത് ചെയ്യുന്ന വെളിയത്തോട് ഉമർഖാലിയുടെ മക്കാമിന്റെ മുമ്പിൽ നിന്ന് സിയാറത്ത് നിർവഹിക്കുന്ന സൈതലവിയിലെ തങ്ങളുടെ മക്കാമ് സിയാറത്ത് ചെയ്യുന്ന യുടെ മണ്ണിൽ കണ്ടുകൊണ്ട് സിയാറത്ത് ചെയ്യുന്ന ഇവിടത്തെ പണ്ഡിത വൈദികർ നിശബ്ദത പാലിച്ചതുപോലെ റബ്ബുറന്തങ്ങളിൽ നിശബ്ദത പാലിക്കില്ല. റബ്ബുറബ്ബിന്റെ മണ്ണിൽ നിന്ന് ഇറങ്ങി ഒറ്റയാളുകളെ വഹിച്ചുകൊണ്ട് റെയിൽവേ യാത്ര നടത്തി. എവിടേക്കാ ആളുകൾ ചോദിച്ചു, റബ്ബുറബ്ബങ്ങളെ അങ്ങ് എവിടേക്കാ പോകുന്നത്? റബ്ബുറബ്ബങ്ങൾ പറഞ്ഞു, നമ്മളുടെ ഉമറിനെ വെള്ളക്കാരൻ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉമറിനെയും കൊണ്ടേ ഞാൻ വരൂ എന്ന് പറഞ്ഞ് റബ്ബുറബ്ബിന്റെ മണ്ണിൽ നിന്ന് ഒറ്റയാൾ വഹിച്ച് റബ്ബുറബ്ബങ്ങളെ പുറപ്പെടുമ്പോൾ റബ്ബുറബ്ബിന്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ട് വെള്ളക്കാരന്റെ കോട്ടയ്ക്ക് മുമ്പിൽ എതിരിയാൽ വഹിക്കാൻ പോകുന്ന ആ സ്ഫോടനാത്മകമായ അവസ്ഥയെ ഏറ്റുള്ള വെള്ളക്കാരുണ്ടല്ലോ. റബ്ബുറബ്ബിന്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അന്നത്തെ ശുഭാമകാരത്തിന്റെ കരിങ്കൽ വിരലുകൾക്ക് അകത്തിരുന്നുകൊണ്ട് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന വെള്ളക്കാരൻ പോലും ഉറപ്പുമുറച്ചുകൊണ്ട് ഉമർഖാലിയോട് ഉറന്നുവിടാൻ ആഹ്വാനം പറയുമെങ്കിൽ ആ റബ്ബുറബ്ബങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണിനാണ് ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും സുരക്ഷാത്തവരെ ഉമർഖാലിയുടെ മണ്ണിൽ ചെല്ലുകൊണ്ട് ഇങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോൾ ആ ഉമർഖാലിയുടെ ആത്മാവുണ്ടല്ലോ ഇന്ന കണ്ടെത്തിയെ ആക്രമിക്കപ്പെടുന്ന സമൂഹത്തിനെതിരെ ശക്തിശാലിയാണോ ഇന്ന് എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ഉമർഖാലിയുടെ ആത്മാവ് ചോദിച്ചു. റബ്ബുറബ്ബങ്ങളുടെ മക്കാമിന്റെ മുമ്പിൽ ചെല്ലുകൊണ്ട് സിയാറത്ത് ചെയ്ത് യാസീനോടുമ്പോൾ മഹാനബിയുടെ ആത്മാവ് ചോദിച്ചു. അർജുനർക്ക് വേണ്ടി ശക്തികളായി പാർക്കുകയുള്ള നിങ്ങൾ അതിനുവേണ്ടി
തയ്യാറാകാതെ എന്റെ മുന്നിലേക്ക് എന്തിനാണ് വന്നിരിക്കുന്നത് എന്നൊരു ചോദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ വൈകിയ വേളയിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു, മലപ്പുറത്തുനിന്നുമെന്ന് ചരിത്രങ്ങളുടെ നിന്നുമെന്ന് ഒത്തിരിയേറെ കരുണ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ മണ്ണിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ശ്രീകൃഷ്ണനെ പാകിസ്ഥാനിയുടെ കരുത്തരായ മകൾ വലിയ ഒരു സമരത്തിലേക്ക് കാലെടുക്കപ്പെടുകയാണ്. ജീവനുള്ള ആന്തരിക കാലെടുത്ത് വരികയാണ്. ഇവിടെ നമ്മൾ പ്രതിനിധികളെടുക്കുന്നു. ഞങ്ങളിതാ ഞങ്ങളുടെ മാതൃക സ്വീകരിക്കാൻ ഞങ്ങളുടെ എല്ലാവരും നല്ലതാണ്. ഇവർക്ക് മാതൃക സ്വീകരിക്കാൻ ഞങ്ങളുടെ തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിഭാവികളായ വിവിധ രാജകീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളിലെ പ്രവർത്തന നാടുകള് ിയിലുള്ള ഈ ധർമ്മവിപ്ലവത്തിന് എല്ലാ സഹായങ്ങളും പിന്തുണയും ഞങ്ങൾക്ക് നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ നിന്നുകൊണ്ട് ഇവരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, പറയുവാനുള്ളത്. എന്തായാലും പല മേഖലകളിൽ നിന്നും അനുകൂലമായ സമീപനങ്ങളും ഇപ്പോൾ നടക്കുന്ന സമരത്തിന് പല ഭാഗങ്ങളിൽ നിന്ന് അനുകൂല സ്വരങ്ങൾ, ഐക്യദാർഢ്യ സ്വരങ്ങൾ പല മേഖലകളിൽ നിന്ന് ഉയരാതെ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ വിശ്രമം പ്രചരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും ഈ നടക്കുന്ന ധർമ്മ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സുന്നി കൈരളിയുടെ നായകൻ ബഹുമാന്യനായ അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിലായാലും നമുക്കൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മളുടെ പ്രിയങ്കരനായ വർഗം ചെയർമാൻ അദ്ദേഹം ഇവിടെ ഇന്ന് പ്രസ്താവിച്ചു. അദ്ദേഹം ജയിലിലേക്ക് അദ്ദേഹത്തിന്റെ റൂഹുകളെ അയച്ചുകൊണ്ട് അബ്ദുൽ നാസർ മൗദൂദിയുടെ വിഷയത്തിൽ അവർ ബന്ധപ്പെടാൻ തീരുമാനിച്ച വിവരം അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ അറിയിച്ചു. എന്തായാലും അദ്ദേഹം നൽകിയ സന്ദേശം നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും ലഭിക്കേണ്ട പൗരാവകാശങ്ങളുടെ നിഷേധമാണ് അബ്ദുൽ നാസർ മൗദൂദിയുടെ കാര്യത്തിൽ വർഷങ്ങളായി നടന്നുവരുന്നത്. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ഒരാളും കുറ്റവാളിയാകുന്നില്ല. കുറ്റം തെളിയിക്കപ്പെടുന്ന മുറയ്ക്ക് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നതിന് ആരും എതിരുമല്ല. മൗദൂദിയുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് അടിയന്തര പ്രാധാന്യം നൽകേണ്ടത്. മൗദൂദിക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിനും ജാമ്യം ലഭിക്കുന്നതിനും അടിയന്തര നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഈ അദ്ദേഹത്തിന്റെ ഈ സന്ദേശം നമ്മളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഈ രീതിയിൽ ജിന്ദാബാദ് നടത്തിയതായി ഉണ്ടാവാം.